ആട്ടിടയൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? ആടുകളെ പരിപാലിക്കുന്ന അനുഗ്രഹീത ഇടയൻ. അതെ, നമുക്കത് ചിന്തിക്കാം. മലയാളികളുടെ ഇടയിൽ ഏറെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയമാകുന്നുവല്ലോ ആടുജീവിതം. സഹസ്രാബ്ദങ്ങളായി കോടിക്കണക്കിന് ആളുകളെ കോരിത്തരിപ്പിച്ചിട്ടുള്ള ആട് കീർത്തനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബൈബിൾ വായിച്ചിട്ടുള്ളവർ മാത്രമല്ല, വായിക്കാത്തവർ പോലും പാടാറുള്ള ഒരു കീർത്തനമാകുന്നു 23-ാം സങ്കീർത്തനം. പ്രസ്തുത സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തെക്കുറിച്ച് മനുഷ്യരോട് പറയുന്നതിനാൽ ഇതൊരു പ്രഭാഷണമാകുന്നു. ആട് സംസാരം. ഒരാട് മറ്റൊരാടിനോട് തൻ്റെ ഇടയൻ്റെ മാഹാത്മ്യം വാഴ്ത്തിപ്പാടുന്നതാണ് 23-ാം സങ്കീർത്തനം. ഇസ്രായേൽ മക്കളിൽ ഒരു വലിയ പങ്ക് ഇടയന്മാരായിരുന്നതിനാൽ ആയിരിക്കും ഈ ചിത്രം നമുക്കിങ്ങനെ ലഭിക്കുന്നത്. ഈ ഇടയൻ്റെ ചിത്രത്തിൻ്റെ ആത്യന്തികമായ പൂർത്തീകരണം നമ്മുടെ കർത്താവിൽ ആയിരിക്കുമെന്ന് അവൻ തന്നെ പറഞ്ഞിരിക്കുന്നു. തൻ്റെ ആടുകളെ പോറ്റുന്നതിനാൽ, കരുതുന്നതിനാൽ, അവയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിനാൽ അവൻ നല്ല ഇടയനാകുന്നു. താൻ തന്നെ ഒരു ആട്ടിടയനായിരുന്നതിനാൽ ദാവീദിന് അറിയാമായിരുന്നു ഒരു ഇടയൻ്റെ ഉത്തരവാദിത്വം. എന്തൊക്കെയാണ് ഒരു ഇടയൻ്റെ ഉത്തരവാദിത്വം? ഒന്ന്, ആടുകളുടെ ഇടയൻ അവനൊരു സംരക്ഷകനാകുന്നു, ആടുകളെ സംരക്ഷിക്കുന്നവനാകുന്നു. 2, ഇടയൻ ആടുകളെ വഴികാട്ടുന്ന ആളാകുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികെ അപകടത്തിൽ ചാടാതെ മാത്രമല്ല, അനുഗ്രഹത്തിലേക്ക് നയിക്കുന്ന ഇടയൻ. 3, ഇടയൻ ആടുകളുടെ സംഭാരകനാകുന്നു, അതെ, കരുതുന്ന ഇടയൻ. 4, ഇടയൻ കാണാതെ പോകുന്നതിനെ തേടിപ്പോയി കണ്ടെത്തി രക്ഷിക്കുന്നവനാണ്. ഓർക്കണം, എത്ര മനോഹരമായിട്ടാണ് 23-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ തീർച്ചയായും ഈ സങ്കീർത്തനം മനഃപ്പാഠം പഠിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, അത് ജീവിതത്തിലേറെ സന്തോഷം നൽകുന്നതായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. 23-ാം സങ്കീർത്തനം നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നാണെന്ന് വീണ്ടും പറയേണ്ടതില്ലല്ലോ. നമുക്കൊരുമിച്ച് അതൊന്ന് വായിക്കാം. ഇന്ന് നാം ആ സങ്കീർത്തനമാണ് ചിന്തിക്കുവാൻ പോകുന്നത്, 23-ാം സങ്കീർത്തനം. ഇരുപത്തിരണ്ടാം സങ്കീർത്തനം കൂടാതെ 23-ാം സങ്കീർത്തനം അർത്ഥവത്താകുന്നില്ല. ഇവിടെ 3 സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് പോകുന്നവയാണ്, 22, 23, 24. അവയെ ഇടയ സങ്കീർത്തനങ്ങൾ എന്ന് വിളിക്കാവുന്നതാണ്. ഈ 3 സങ്കീർത്തനങ്ങൾ നമ്മുടെ കർത്താവിൻ്റെ 3 വിധത്തിലുള്ള ചിത്രം നമുക്ക് തരുന്നു. 22-ാം സങ്കീർത്തനത്തിൽ അവൻ നല്ല ഇടയനാകുന്നു. നമ്മുടെ കർത്താവായ യേശു തന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. 23-ാം സങ്കീർത്തനത്തിൽ യേശു വലിയ ഇടയനാണ്. എബ്രായ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് നൽകിയിരിക്കുന്ന ആശീർവാദ വചനത്തിൽ ഈ പേര് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. നിത്യനിയമത്തിൻ്റെ രക്തത്താൽ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വം. ആമേൻ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. 23-ാം സങ്കീർത്തനം നമ്മുടെ കർത്താവിനെ വലിയ ഇടയനായി വെളിപ്പെടുത്തുന്നു. തുടർന്ന് 24-ാം സങ്കീർത്തനത്തിൽ യേശു കർത്താവിനെ നാം ശ്രേഷ്ഠ ഇടയനായി കാണുന്നു. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കുമെന്ന് 1 പത്രോസ് 5:4 വായിക്കുന്നല്ലോ. അതുതന്നെയാണ് ഇവിടുത്തെ ശ്രേഷ്ഠ ഇടയനെക്കുറിച്ച് നാം കാണുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ 22-ാം സങ്കീർത്തനത്തിൽ ക്രൂശും, 23-ാം സങ്കീർത്തനത്തിൽ ഇടയൻ്റെ വടിയും, 24-ാം സങ്കീർത്തനത്തിൽ രാജാവിൻ്റെ കിരീടവും നാം കാണുന്നു. 22-ാം സങ്കീർത്തനത്തിൽ ക്രിസ്തു രക്ഷകനാണ്, 23-ാം സങ്കീർത്തനത്തിൽ അവൻ തൃപ്തിപ്പെടുത്തുന്നവനും, 24-ാം സങ്കീർത്തനത്തിൽ അവൻ രാജാവുമാണ്. 22-ാം സങ്കീർത്തനത്തിൽ അവൻ
മരിക്കുന്നു. 23-ാം സങ്കീർത്തനത്തിൽ അവൻ ജീവിക്കുന്നു. 24-ാം സങ്കീർത്തനത്തിൽ അവൻ വരുവാൻ പോകുന്നു. ഇനിയും കേൾക്കണോ? 22-ാം സങ്കീർത്തനം കഴിഞ്ഞ കാലത്തെയും ഭൂതകാലത്തെയും, 23-ാം സങ്കീർത്തനം വർത്തമാനകാലത്തെയും, 24-ാം സങ്കീർത്തനം ഭാവി കാലത്തെയും കുറിക്കുന്നു. 22-ാം സങ്കീർത്തനത്തിൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നവനെ നാം കാണുന്നു. 23-ാം സങ്കീർത്തനത്തിൽ അവിടുന്ന് ആടുകൾക്ക് വേണ്ടി തൻ്റെ സ്നേഹം കൊടുക്കുന്നു. ആടുകളെ അവൻ സ്നേഹിക്കുന്നു. 24-ാം സങ്കീർത്തനത്തിൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ തൻ്റെ പ്രകാശം നമുക്ക് നൽകുന്നു. ഈ സങ്കീർത്തനങ്ങളിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള എത്ര മനോഹരമായ ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത്രയും മുഖവരിയോടുകൂടി 23-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ഇനിയും കേന്ദ്രീകരിക്കാം. ഇത് വേദപുസ്തകത്തിലെ ഏറ്റവും സുപരിചിതമായ ഒരു ഭാഗമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 6 വാക്യങ്ങൾ മാത്രം അടങ്ങിയ ഒരു ചെറിയ സങ്കീർത്തനമാകുന്നുവെങ്കിലും ഇതിനെക്കുറിച്ച് വളരെയധികം എഴുതപ്പെട്ടിട്ടുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ വളരെ മനോഹരമായി രചിക്കപ്പെട്ട ഒരു സങ്കീർത്തനം അത്രേ ഇത്. ഈ സങ്കീർത്തനം വായിക്കുവാൻ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കുകയുള്ളൂ. ഇതിൽ തത്വജ്ഞാനത്തിൻ്റെ ഭാഷയല്ല ഉപയോഗിച്ചിട്ടുള്ളത്. വേദശാസ്ത്രത്തിൻ്റെ ഭാഷയും ഇതിലില്ല. ഇത് നിയമത്തിൻ്റെയോ ശാസ്ത്രത്തിൻ്റെയോ രേഖയുമല്ല. വളരെ ലളിതവും വളരെ സുപരിചിതവുമായ ഭാഷയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് മനുഷ്യനും ഏത് പശ്ചാത്തലത്തിലുള്ള എങ്ങനെയുള്ളൊരു വ്യക്തിക്കും മനസ്സിലാക്കുവാൻ എളുപ്പമുള്ള ഒരു സങ്കീർത്തനം. ദാവീദാണ് ഇതിൻ്റെ എഴുത്തുകാരനെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ ദാവീദ് ഒരു ഇടയബാലനായിരുന്നപ്പോൾ ഇത് രചിച്ചുവോ അതോ പക്വത വന്ന ഒരു രാജാവായി തീർന്ന ശേഷമാണോ ഇത് എഴുതിയതെന്ന ചോദ്യം പലപ്പോഴും പലരും ഉയർത്താറുണ്ട്. ഇതിൻ്റെ ഉത്തരം അറിയാവുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. വൃദ്ധനായ ഇടയൻ്റെ ഗീതം എന്നൊരാൾ ഈ സങ്കീർത്തനത്തെ വിളിച്ചിട്ടുണ്ട്. രാജാവായ ദാവീദ് ഒരിക്കലും ഇടയബാലനായ ദാവീദിനെ മറന്നിട്ടില്ല. 23-ാം സങ്കീർത്തനത്തിൽ അപക്വതയുള്ള പരിചയമില്ലാത്തൊരു വ്യക്തിയുടെ വാക്കുകളല്ല, നേരെ മറിച്ച് പക്വത വന്ന അനുഭവ സമ്പത്തിൻ്റെ ഉടമയായ ഒരു വ്യക്തിയുടെ വാക്കുകളാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്. ദാവീദ് തൻ്റെ ജീവിതാന്ത്യത്തോടടുത്തപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് അവൻ തിരിഞ്ഞു നോക്കി. ആ സമയത്താണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയത്. പ്രായമായ രാജാവ് ഇടയബാലനെ ഓർക്കുന്നു. ജീവിതത്തിൻ്റെ പരുപരുത്തതും വളരെ ഭിന്നവുമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയൊരു മനുഷ്യൻ. അവൻ ഒരു നല്ല പടയാളിയും വിജയം രുചിച്ചറിഞ്ഞവനും ഏകാന്തതയും കഷ്ടതയും അനുഭവിച്ചറിഞ്ഞവനുമായിരുന്നു. അവൻ പരിശോധനകളിലും പ്രയാസങ്ങളിലും കൂടി കടന്നുപോയി. അതുകൊണ്ട് 23-ാം സങ്കീർത്തനത്തിൽ അപക്വതയുടെ തത്വമല്ല, നേരെ മറിച്ച് ദീർഘമായ ഒരു ജീവിതത്തിൽ നിന്ന് ഉളവായ പക്വമായ തീരുമാനങ്ങളും ഫലവുമാണ് നമുക്ക് ലഭിക്കുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. എൻ്റെ ഇടയൻ എന്ന് താങ്കൾക്ക് പറയുവാൻ എന്ത് അധികാരമാണുള്ളത്? ഈ സങ്കീർത്തനം ഏതൊരു വ്യക്തിയും രുചിക്കുന്നതാണ്, വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ്. ഏതൊരു വ്യക്തിക്കും വേണ്ടിയുള്ള ഒന്നാണോ ഈ സങ്കീർത്തനം? അങ്ങനെ ഞാൻ കരുതുന്നില്ല. 22, 23, 24 സങ്കീർത്തനങ്ങൾ ഒരുമിച്ച് ചേർത്ത് ഒരു കഥ പറയുന്നു. യേശുക്രിസ്തുവിനെ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്ന നല്ല ഇടയനായി താങ്കൾ അറിഞ്ഞെങ്കിൽ മാത്രമേ താങ്കൾക്ക് അവനെ വലിയ ഇടയനായി അറിയുവാൻ, അനുഭവിക്കുവാൻ, അവകാശപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. 23-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്ന് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുന്നതിന് മുൻപ് താങ്കൾ അവനെ 22-ാം സങ്കീർത്തനത്തിലെ നല്ല ഇടയനായി അറിയേണ്ടത് ആവശ്യമാകുന്നു എന്നത്ര ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് 23-ാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിച്ച് ഓരോ വാക്യങ്ങളും നോക്കാം. എന്താ 1ഉം 2ഉം വാക്യങ്ങൾ ഞാൻ വായിക്കുന്നതിന് മുമ്പ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞല്ലോ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ ഇടയൻ എനിക്ക് മുട്ടുണ്ടാകുകയില്ല, എന്നെ കിടത്തുന്നു, എന്നെ നടത്തുന്നു എന്നെല്ലാം പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. അവനും ഞാനും ഉൾപ്പെട്ട ഒരു സങ്കീർത്തനമാണിത്. മനുഷ്യൻ്റെ ആത്മാവും ദൈവത്തിനുമിടയിൽ യാതൊന്നുമില്ല എന്നതാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന വസ്തുത. യഹോവ എൻ്റെ ഇടയനാകുന്നു. യഹോവ ഒരു ഇടയനാകുന്നു എന്ന് അനേകർ പറയാറുണ്ട്.
അത് നല്ല കാര്യമായി നമുക്ക് തോന്നാം. എന്നാൽ അത് താങ്കളുടെ വ്യക്തിപരമായ കാര്യമാക്കിക്കൊണ്ട് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് താങ്കൾക്ക് പറയുവാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ ആ പ്രവർത്തനം, അവൻ്റെ മരണം, ഉയർത്തെഴുന്നേൽപ്പ് എന്നിവയുടെ ആ അധികാരത്തിൽ താങ്കൾക്ക് അവനെ ആശ്രയിക്കുന്നതിനും താങ്കളുടെ ഇടയനെന്ന് അവനെ വിളിക്കുന്നതിനും കഴിയും. വ്യക്തിപരമാണിത്. മാത്രമല്ല, ഇത് വർത്തമാനകാലത്തിലാണ് പറഞ്ഞത്. യഹോവ എൻ്റെ ഇടയൻ ആകുന്നു. അതെ, യഹോവ എൻ്റെ ഇടയനാകും എന്ന് പറയുന്നതും എളുപ്പമുള്ള കാര്യമാണ്, ഇല്ലേ? എന്നാൽ അങ്ങനെയല്ല ദാവീദ് പറഞ്ഞത്. ദാവീദ് പറഞ്ഞത് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നത്ര. ഇതൊരു വലിയ പ്രസ്താവനയാണ്. എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നവൻ പറയുന്നു. എനിക്ക് മുട്ടുണ്ടായിരുന്നിട്ടില്ല എന്നല്ല, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നാണ് ദാവീദ് പറയുന്നത്. ഈ കാര്യം ശ്രദ്ധിക്കണം. എന്താണ് എനിക്ക് ആവശ്യമായിരിക്കുന്നത്? അതെ, എനിക്ക് സുരക്ഷിതത്വം ആവശ്യമായിരിക്കുന്നു. ഞാനൊരു ബുദ്ധികെട്ട ആടാണ്. അതുകൊണ്ട് എനിക്ക് സുരക്ഷിതത്വം ആവശ്യമാകുന്നു എന്ന് എൻ്റെ ഇടയൻ മനസ്സിലാക്കുന്നു. ഒരു നല്ല ഇടയനുള്ളത് കൊണ്ടാണ് എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് എനിക്ക് പറയുവാൻ കഴിയുന്നത്. ഞാൻ ഒരിക്കലും നശിച്ചു പോകുകയില്ല എന്ന് ഒരാടിന് പറയുവാൻ കഴിയുന്നത് അതുകൊണ്ട് മാത്രമാണ്. എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നത് ആ ഭാവിയെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഇത് ഒരു ദൈവവൈതലിൻ്റെ ഉറപ്പാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ വലിയ ഉറപ്പ്, സുരക്ഷിതത്വം. അതെ, അത് ഇടയനിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. അനുസരണം കെട്ട ആടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യവർഗത്തിൻ്റെ ഒരു ആകമാന ചിത്രമാണ് ഈ അനുസരണം കെട്ട ആടുകൾ എന്നുള്ളത്. ആടുകൾക്ക് സംരക്ഷണം മാത്രമല്ല, അവയ്ക്ക് ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുകയും സംതൃപ്തി ആവശ്യമായിരിക്കുകയും ചെയ്യുന്നു. അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു. അതായത് അവൻ എൻ്റെ ആവശ്യം നിവർത്തിക്കുവാൻ മതിയായവനാണ്. ആടുകളെ അറിയാവുന്നവർ പറയുന്നത് വിശപ്പുള്ള ഒരാട് കിടക്കുകയില്ല എന്നാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ ആടുകൾ കിടന്നാൽ അതിൻ്റെ അർത്ഥം അവയ്ക്ക് അവയുടെ വയറ് നിറയെ ആഹാരം ലഭിച്ചു കഴിഞ്ഞു എന്നാണ്. തൃപ്തിയായി, അതുകൊണ്ടാണ് കിടക്കുന്നത്. ക്രിസ്തു നമ്മുടെ സർവസ്വവുമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല. അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു. ഇളകിമറിയുന്ന ജലം ആടിന് പേടിയാണ്. അതുപോലെ മലിനജലം ആടിഷ്ടപ്പെടുന്നുമില്ല. ഇതെല്ലാം മനുഷ്യരെ സംബന്ധിച്ചും വാസ്തവം അത്രേ. നമുക്ക് സ്വസ്ഥത ആവശ്യമാണ്. മാനസികമായോ ശാരീരികമായോ ആയ സ്വസ്ഥതയേക്കാളുപരി ആത്മാവിൻ്റെ സ്വസ്ഥതയാണ് നമുക്ക് ആവശ്യം. 55-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞതെന്ന് ഓർക്കുന്നുവല്ലോ, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ നിന്നെല്ലാം പറന്നകലുവാനുള്ള താല്പര്യമാണ് ദാവീദിൻ നാം കാണുന്നത്. എന്നാൽ അത് തൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നില്ല എന്ന് ദാവീദ് മനസ്സിലാക്കി. ദൈവത്തിൽ തൻ്റെ ആശ്രയം വെക്കുകയും അവനിൽ വിശ്രമം കണ്ടെത്തുകയും അവനു വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാകുന്നു എന്ന് ദാവീദിന് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. യേശു കർത്താവ് ഇപ്രകാരം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. ദൈവത്തിലുള്ള ആശ്രയത്തെ ദാവീദ് എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഇടയനായ, അതെ വലിയ ഇടയനായ ദൈവം നമ്മെ നയിക്കുവാൻ നാം അവനെ അനുവദിക്കുമ്പോൾ നമുക്ക് സംതൃപ്തി ഉണ്ടാകും, സന്തോഷമുണ്ടാകും, നാം സുരക്ഷിതരായിരിക്കും. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധമുള്ള ഓരോ വ്യക്തിക്കും ഈ ഉറപ്പുണ്ടായിരിക്കും. നാം പാപം ചെയ്യുവാനാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, അതെ നാം നമുക്ക് തോന്നിയ വഴിയെ പോകുമ്പോൾ നാം തന്നെ ഉണ്ടാക്കി വെക്കുന്ന സാഹചര്യത്തിന് നമുക്ക് ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല സുഹൃത്തെ. അനേകരും അരുതാത്ത വഴികളിലൊക്കെ പോയി ഊരാക്കുടുക്കലായതിനു ശേഷം ഭക്തി അങ്ങ് കൂടി തങ്ങളെ രക്ഷിക്കുവാൻ ഉപവാസവും പ്രാർത്ഥനയും തുടങ്ങും, ഇല്ലേ? യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുവാൻ കഴിയുന്ന ഒരു വ്യക്തിയുടെ അനുഗ്രഹങ്ങളാണ് ദാവീദ് ഇവിടെ പറയുന്നത്. നമ്മെ തണുപ്പിക്കുന്ന പച്ചപ്പുൽ മേടുകളും സ്വസ്ഥതയുള്ള വെള്ളവുമൊക്കെ നമ്മുടെ ഇടയനറിയാം. അവനെ അനുസരണപൂർവ്വം അനുഗമിക്കുന്നതിനാൽ മാത്രമേ ഈ പറഞ്ഞ സ്ഥാനങ്ങളിൽ നാം എത്തുന്നുള്ളൂ. ഇടയൻ്റെ നടത്തിപ്പിനോട് മറുതലിക്കുന്നത് നമ്മുടെ നന്മയ്ക്കെതിരായി നാം തന്നെ പ്രവർത്തിക്കുന്നതാണ്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും
ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ ആ വിശ്രമം ശാന്തതയുള്ളതും ഉന്മേഷജനകവുമായി കാണുവാൻ സാധിക്കുന്ന വിശ്രമമാണ്. അവനിൽ ആശ്രയിക്കുന്നവർ സുരക്ഷിതരാണ്, സംതൃപ്തരാണ്, സന്തുഷ്ടരാണ്. ഈ കാര്യം നാം എപ്പോഴും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്ന് മറക്കരുത്. ഇനിയും 3ഉം 4ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇടയൻ്റെ മനസ്സിലെ ചിന്തകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. 3ഉം 4ഉം വാക്യങ്ങൾ: എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, അതായത് യഥാസ്ഥാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ദാവീദിന് അറിയാമായിരുന്നു. ദാവീദ് പാപം ചെയ്തു, കൂട്ടത്തിൽ നിന്ന് തെറ്റി അകന്നുപോയ നഷ്ടപ്പെട്ട ആട് ആയിരുന്നു അവൻ. എന്നാൽ അവൻ്റെ ഇടയൻ അവനെ യഥാസ്ഥാനപ്പെടുത്തി. തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ നടത്തുന്നു അഥവാ നയിക്കുന്നു. നാം അവനെ പിന്തുടരേണ്ടത് ആവശ്യമാണ്. തൻ്റെ ശത്രുക്കളായ മത നേതാക്കന്മാരോട് നമ്മുടെ കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്: ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യമാകുന്നു. നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായികയാൽ വിശ്വസിക്കുന്നില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ആടുകൾ അവരുടെ ഇടയനെ അനുഗമിക്കും. അങ്ങനെയാണ് ആടുകൾ ആരുടെ വകയാകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. യേശുവിൻ്റെ കാലത്ത് ആട്ടിടയൻ ഒരിക്കലും ആടുകളെ അടിച്ചോടിച്ചു കൊണ്ടുപോയിരുന്നില്ല. അവൻ അവയെ നയിക്കുകയേ ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. എന്നാൽ യേശുവിൻ്റെ കാലത്ത് ആട്ടിടയൻ ആടുകളോടൊപ്പം ദിവസങ്ങളോളം ചിലവഴിച്ചിരുന്നു. അവ അവനെ അറിയുകയും അവനെ അനുഗമിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ ഇടയൻ നമ്മെ നീതിപാതകളിൽ നടത്തുന്നു. അവനെ അനുഗമിക്കുക നമ്മുടെ കാര്യമാണ്. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഇവിടെ ധൈര്യവും ആശ്വാസവും നമുക്ക് കാണുവാൻ കഴിയുന്നു. ജീവിതത്തിൻ്റെ അന്ത്യമായ പരിശോധന മരണമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മരണം, അതെ, മരണക്കിടക്കയെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം മരണത്തിൻ്റെ നിഴലിലാണ് എപ്പോഴും ജീവിക്കുന്നത്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ മരണവുമായുള്ള അവൻ്റെ പോരാട്ടം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. നാം എല്ലാവരും മരണത്തിൻ്റെ നിഴലിലാണ് ജീവിക്കുന്നത്. മരണത്തിൻ്റെ നിഴൽ നമ്മുടെ മേൽ വീണിരിക്കുന്നു. എന്നാൽ ഈ മരണനിഴൽ ഈ താഴ്വരയിൽ കൂടി നാം നടക്കുമ്പോഴും ഇവിടെ പറയുന്നത് ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല എന്ന്. അവൻ നൽകുന്ന ആശ്വാസം ഇതാണ്. ഒരു ദൈവപൈതൽ എന്ന നിലയിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് പിരിഞ്ഞു പോയാൽ ഇതാണ് നമ്മുടെ ധൈര്യവും ആശ്വാസവും. ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഭയം കൊണ്ട് നിറഞ്ഞ ഒരു ചുറ്റുപാടിലാണ് നാം ജീവിക്കുന്നില്ലേ? ഒരു നിമിഷം നാം ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചേ. ഒരു ദിവസം നാം ഉണരുമ്പോൾ മുതൽ ഉറങ്ങുവാൻ പോകുന്നത് വരെ എത്രയെത്ര ഭയപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇല്ലേ? ഉറക്കത്തിലും ഭയമാണില്ലേ? എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുക, ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. തനിക്ക് ചിന്തിക്കാവുന്നതിലേക്കും ഭയാനകമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ മരണനിഴലിൻ താഴ്വരയിലൂടെ കടക്കേണ്ടി വന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. അതിന് കാരണമുണ്ട്. വെറുതെ തത്വശാസ്ത്രം പറഞ്ഞു വിടുകയല്ല. പിന്നെയോ, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. നമ്മുടെ ഇടയൻ എല്ലാ സമയത്തും, മരണത്തിൻ്റെ സമയത്ത് പോലും നമ്മോട് കൂടെയുണ്ട് എന്ന് നമുക്കറിയുവാൻ കഴിയും. നാം ലോകപ്രകാരമുള്ള അപകട മേഖലകളിൽ കൂടി പോകേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമുക്കവൻ്റെ സാന്നിധ്യം അനുഭവമാക്കുവാൻ കഴിയുന്നത്
ഏറ്റവും ആശ്വാസകരമായ സംഗതി അത്രേ. എൻ്റെ ഇടയൻ എല്ലായ്പ്പോഴും എന്നോട് കൂടെയിരിക്കുന്നു. കൂടെയിരിക്കുന്ന ദൈവം. എത്ര മനോഹരമായ ചിന്തയില്ലേ? അതേക്കുറിച്ച് നമ്മുടേതായ സാഹചര്യത്തിൽ നാം ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ആഴം കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഭയത്തിൻ്റെ, പ്രശ്നത്തിൻ്റെ, പ്രയാസത്തിൻ്റെ ആ സാഹചര്യത്തിലേക്ക് ഈ വാക്യമൊന്ന് പ്രയോഗിച്ച്, ഞാൻ ഇന്ന അനർത്ഥം ഭയപ്പെടുകയില്ല, ഞാൻ ഇന്ന പ്രശ്നത്തെ ഇനിയും ഭയപ്പെടുകയില്ല, കാരണം എൻ്റെ നല്ല ഇടയൻ എന്നോട് കൂടെയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നുവെന്ന്. വടി ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. കോല് നയിക്കുന്നതിനുള്ളതാണ്. അവൻ നമുക്ക് ചെറിയ ശിക്ഷകളും ഉപദേശങ്ങളും നൽകുന്നു. നമ്മുടെ സംരക്ഷണത്തിനായി അവൻ്റെ കയ്യിൽ വടിയുണ്ട്. അതുകൂടാതെ നമ്മെ നയിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ കോലും അവൻ്റെ പക്കലുണ്ട്. അതെ, തെറ്റി ഒഴിഞ്ഞു പോകുന്ന ആടിനെ നേർവഴിയിൽ നയിക്കുന്നതിന് അവൻ കോലുപയോഗിക്കുന്നു. അത് നമ്മെ ആശ്വസിപ്പിക്കുന്ന കാര്യമാണല്ലേ? തെറ്റി മാറിപ്പോകുമ്പോൾ അവൻ്റെ കോലുകൊണ്ടുള്ള ശിക്ഷ, നമ്മെ എടുത്ത് കൂട്ടത്തിലാക്കുന്ന ആ അവസ്ഥ, കൂട്ടത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ആ സ്ഥിതി, നമുക്കെല്ലാവർക്കും ഇത് ആവശ്യമാണ് കേട്ടോ. ഒരുപക്ഷെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ നാം തെറ്റായി ചിന്തിച്ചേക്കാം, പ്രതികരിച്ചേക്കാം. എന്നാൽ എന്തുമാത്രം അത് ആവശ്യമാകുന്നു എന്ന് തെറ്റിപ്പോയ പലരുടെയും അനുഭവം കേൾക്കുമ്പോൾ നമുക്കറിയാം. ഇനിയും ഇടയൻ്റെ ഹൃദയത്തിലെ സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രതിഫലനം കൂടി നമുക്ക് നോക്കാം. 5ഉം 6ഉം വാക്യങ്ങൾ. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഈ 2 വാക്യങ്ങൾ ഇടയൻ്റെ ഹൃദയത്തിലെ സന്തോഷവും പ്രത്യാശയും പ്രതിഫലിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ഇവിടെ നമുക്ക് ഫലവും പൂർണ്ണതയുമുണ്ട്. അതെല്ലാം നാം സന്തോഷത്തോടു കൂടി കാണേണ്ടതാണ്. ഇതെല്ലാം സന്തോഷത്തോടു കൂടിയതാണ്. ഇന്ന് ആ വിരുന്ന് എന്താണ്? കർത്താവിൻ്റെ മേശയാണ് ഇത് കുറിക്കുന്നത് എന്നത്ര ഞാൻ വിശ്വസിക്കുന്നത്. ഇത് എഴുതുന്ന സമയത്ത് ഇസ്രായേലിന് ദൈവം വാഗ്ദത്തം ചെയ്ത ഭൗതിക അനുഗ്രഹങ്ങളെ ആയിരുന്നു ഇത് കുറിച്ചത്. നമുക്കവൻ ആത്മിക അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ പറയുന്നു, എൻ്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നുവെന്ന്. ഈ എണ്ണ പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. ഇന്ന് ആ അഭിഷേകം നമുക്ക് ആവശ്യമാണ്. ജീവിത പ്രശ്നങ്ങളെ നമുക്ക് തനിയെ അഭിമുഖീകരിക്കുവാൻ കഴിയുകയില്ല. പിന്നെ പറയുന്നത്, എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നുവെന്ന്. സന്തോഷത്തിൻ്റെ ചിഹ്നമാണിത്. ഇന്ന് നാം സന്തോഷത്താൽ ഭരിക്കപ്പെടുന്നവരായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം പറഞ്ഞു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്ന്. യോഹന്നാൻ 10:10. നമ്മുടെ സന്തോഷം പൂർണ്ണമായിരിക്കണമെന്നത്രേ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനിയും ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിലേക്കും കൂടി നമുക്ക് വരാം. അവിടെ വായിക്കുന്നത്, നമ്മുടെ ഇടയിൽ നമ്മെ പച്ചയായ പുൽപ്പുറങ്ങളിൽ നിന്നും സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികിൽ നിന്നും പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണ്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അതിൻ്റെ 2-3 വാക്യങ്ങളിൽ കർത്താവ് ഇപ്രകാരം നമ്മോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. നമുക്ക് നല്ല ഒരു ഇടയനുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് താങ്കൾക്ക് ഇപ്പോൾ പറയുവാൻ കഴിയുമോ? അങ്ങനെ പറയുവാൻ താങ്കൾക്ക് കഴിയുമെങ്കിൽ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങളുടേതാണ്. ഇല്ലേ? ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്ത ഇടയനാണ് അവനെങ്കിൽ അവൻ താങ്കളുടെ രക്ഷകനാണ്. ഈ സങ്കീർത്തനത്തിലെ വാഗ്ദത്തങ്ങളും താങ്കളുടെ വകയാകും. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകിയ നല്ല ഇടയൻ കർത്താവായ യേശുക്രിസ്തു. അവനാണ് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകൻ. അവൻ നമ്മെ സംരക്ഷിക്കുന്നവനാണ്. അവൻ നമ്മെ കരുതുന്നവനാണ്. അവൻ നമ്മുടെ വഴികാട്ടിയാണ്.
23 സങ്കീർത്തനത്തിൻ്റെ പഠനം നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നും നമുക്ക് മറ്റ് സങ്കീർത്തനങ്ങൾ പഠിക്കണം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.